ഡെസിമൽ ഫോംസ് നമുക്ക് ഈ വർഷത്തെ പാഠപുസ്തകത്തിൽ ഇല്ലാത്തതാണ് ഡെസിമൽ ഫോംസ്. എന്നാലും നമുക്ക് എക്സാമിന് ചോദിക്കും ഈ പാർട്ടിൽ നിന്ന്. ഓക്കെ, ദെൻ ഡെസിമൽ ഫോംസ് എന്താണ്? ഫ്രാക്ഷൻസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ഇൻ ദെയർ ഡെസിമൽ ഫോംസ് അല്ലേ? നമുക്കറിയാം ഫ്രാക്ഷൻസിനെ ഡെസിമൽ ഫോംസിൽ എങ്ങനെ എഴുതുന്നതെന്ന് അറിയാം അല്ലേ? 10ൻ്റെ ആണെങ്കിൽ, ഡിനോമിനേറ്റേഴ്സ് 10 ആണെങ്കിൽ നമുക്ക് എന്താണ് ഫ്രാക്ഷൻസിനെ ഈസി ആയിട്ട് ഡെസിമൽ ഫോമിലേക്ക് എഴുതാം. എങ്ങനെയാണ്? അപ്പോൾ 3/10 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഡെസിമലിലേക്ക് മാറ്റുന്നത്? ഇവിടെ ഒരു 10 ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു പൊസിഷൻ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ എങ്ങനെ വരും? 10 ആണ്. അപ്പോൾ ഒരു പൊസിഷൻ മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ എന്തെന്ന് വരും? 0.3 എന്ന് വരും അല്ലേ? ഇനി 3/100 എന്ന് പറഞ്ഞു, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ? 3/100 ആണെങ്കിൽ ഇവിടെ 2 zeros ഉണ്ടെങ്കിൽ ഇവിടെ 2 പ്ലേസ് അല്ലേ? 2 പ്ലേസ് കഴിയുമ്പോൾ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കണം. 2 സ്ഥാനം കഴിയുമ്പോൾ പോയിന്റ് ഇട്ട് കൊടുക്കണം. എങ്ങനെയാണ്? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് വേണം നമ്മൾ പോയിന്റ് കൗണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെ വരും? 0.03 എന്ന് വരും അല്ലേ? 1 കഴിഞ്ഞു, രണ്ടാമത്തേന് നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം പോയിന്റ്. അപ്പോൾ 2 സ്ഥാനം നീക്കിയിട്ട് വേണം പോയിന്റ് ഇട്ട് കൊടുക്കാൻ. ഇനി 37/1000 എന്ന് പറയുമ്പോൾ അപ്പോൾ എന്ത് വേണം? 3 zeros ആണ്. അപ്പോൾ 3 പോയിന്റ് അല്ലേ? 3 സ്ഥാനം കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ? പോയിന്റ് ഇട്ട് കൊടുക്കാൻ. 3 സ്ഥാനം എങ്ങനെയാണ് കൗണ്ട് ചെയ്യുക? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? 7 3. ഇനി ഇവിടെ സ്ഥാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ എങ്ങനെ വരും? 7 3 0 കഴിഞ്ഞിട്ട് വേണം 3 സ്ഥാനം നീക്കിയിട്ട് ഇവിടെ വേണം പോയിന്റ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ പോയിന്റ് 037 എന്ന് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ 4/10 എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥാനം നീക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ്? 4 എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു സ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് 45/100 എന്ന് പറയുമ്പോൾ 2 0 ഉണ്ടല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ 45നെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതി. ഇനി എന്ത് ചെയ്യണം? 2 zeros ആയതുകൊണ്ട് 2 സ്ഥാനം. അപ്പോൾ 1 2 2 സ്ഥാനം നീക്കിയിട്ട് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനി 4/1000 എന്ന് പറയുമ്പോൾ 3 zeros ആണ്. അപ്പോൾ 3 സ്ഥാനം നീക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ളത് നമ്മൾ എഴുതി വയ്ക്കുക ആദ്യം 4 എന്നാണ്. ഇനി 3 സ്ഥാനം എന്ന് പറയുമ്പോൾ കൗണ്ട് ചെയ്യുക. എങ്ങനെയാണ്? 1 2 3 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് എടുക്കണം. ഓക്കെ, ഇനി ഈ നമ്പേഴ്സിനെ, അതായത് 1/2 1/5 1/4 1/8 1/250 ഈ നമ്പേഴ്സിനെ എങ്ങനെയാണ് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ നോക്കാം. ഇത് എന്താണ്? നമ്മൾ 10ൻ്റെ പവേഴ്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുന്നത്, ഡെസിമൽ ഫോമിലേക്ക് മാറ്റുന്നത് എന്നറിയാം അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ 10ൻ്റെ പവേഴ്സിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് ആദ്യം നോക്കാം അല്ലേ? അപ്പോൾ ഇവിടെ 2 ആണ്. 2നെ നമുക്ക് 10ൻ്റെ പവർ ആക്കണമെങ്കിൽ അല്ലേ എന്ത് ചെയ്താൽ മതി? 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഇവിടെ 5 കൊണ്ട് ഡിനോമിനേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു അത് തന്നെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 1 × 5 5/2 × 5 10 എന്ന് വന്നു. ഈക്വൽ ടു 5 എടുത്ത് എഴുതി. എങ്ങനെയാണ്? ഒരു 0 ആണുള്ളത് അല്ലേ? അപ്പോൾ ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പോൾ ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ 0.5 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ 1/5 എന്നാണ് അല്ലേ? ഇത് 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇതിനെ 10ൻ്റെ പവറിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ആയി. അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിലും 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ എന്ത് വരും? 1 × 2 2 2 × 5 10 എന്ന് കിട്ടി. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുക? അതായത് 2 എടുത്ത് എഴുതി. എത്ര സ്ഥാനം വേണം? ഒരു 0 ആണ്. അപ്പോൾ ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ എത്ര ആൻസർ കിട്ടുക? 0.2 എന്ന് കിട്ടി. നെക്സ്റ്റ് 1/4 ആണ് അല്ലേ? അപ്പോൾ 4നെ 2ൻ്റെ പവറാക്കി മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. എങ്ങനെയാണ്? 2 × 2 അല്ലേ? അപ്പോൾ 2 × 2ൻ്റെ പവറാക്കി മാറ്റി. ഇനി എന്ത് ചെയ്യണം? 10ൻ്റെ പവറാക്കണം അല്ലേ? 10ൻ്റെ പവറാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഓരോ 2വിനെയും എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ 2വിനെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ 10 ആയി. ഇവിടെ 2 കൊണ്ട് 5നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും 10 ആയി. അപ്പോൾ 10 × എന്താണ്? 10 100 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? 2 പ്രാവശ്യം അല്ലേ? 5 കൊണ്ട് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തത്. അതായത് 5 × 5 25 കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടെയും എന്ത് ചെയ്യണം? 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 25 എന്ത് കിട്ടി? 10 × 10 100 എന്ന് കിട്ടി.
ഇനി എങ്ങനെയാണ് പോയിന്റ് ഇട്ട് കൊടുക്കുന്നത്? 25 എന്ന് എടുത്തെഴുതി അല്ലേ? ഇവിടെ 2 സീറോയാണ്, അപ്പോൾ 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു. 0.25 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് 8 ആണ് അല്ലേ? 1/8. 8നെ ആദ്യം എന്ത് ചെയ്യണം? 2ൻ്റെയോ 5ൻ്റെയോ പവേഴ്സ് ആക്കി മാറ്റണം. അപ്പോൾ ഇതിനെ നമുക്ക് 2ൻ്റെയാണ് അല്ലേ പവറാക്കി മാറ്റാൻ പറ്റുക. 2ൻ്റെ പവറാക്കുമ്പോൾ എന്ത് വരും? 2 × 2 × 2 കിട്ടി അല്ലേ? 8. ഇനി ഇതിനെന്ത് ചെയ്യണം? 10ൻ്റെ പവറാക്കണമെങ്കിൽ ഈ 2നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോന്നിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 2 × 5 10 ഇവിടെ കിട്ടി. ഈ 2 × 5 10, 2 × 5 10 കിട്ടി. അതായത് 5 × 5 25, 25 × 5 125 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 1 × 125 125 ബൈ ഇവിടെയോ 2 × 5 10, 2 × 5 10, 2 × 5 10. അപ്പോൾ 10 × 10 × 10 എത്രയാണ് വരിക? 1000 എന്ന് കിട്ടി. ഈക്വൽ ടു 125 എടുത്തെഴുതി. എങ്ങനെയാണ് പോയിന്റ് ഇടുന്നത്? 3 zeros ആണ്. അപ്പോൾ 1 2 3 പോയിന്റ് ഇട്ട് കൊടുത്തു. 3 സ്ഥാനത്തേക്ക് പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ 250 ആണ് അല്ലേ? 1/250. 250നെ നമ്മൾ എന്ത് ചെയ്യുക? 5ൻ്റെയും 2ൻ്റെയും പവേഴ്സ് ആക്കി മാറ്റുക. എങ്ങനെയാണ് 5ൻ്റെയും 2ൻ്റെയും പവേഴ്സ് ആക്കി മാറ്റുന്നത്? 250നെ നമ്മൾ ഘടകങ്ങളാക്കുന്നത് അല്ലേ? എങ്ങനെയാണ്? 250നെ ആദ്യം 5 കൊണ്ട് അല്ലേ? 5 കൊണ്ട് എങ്ങനെയാണ്? 50 5 × 50 കിട്ടും. വീണ്ടും ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കിട്ടും? 5 × 5 × 5 × 2 എന്ന് കിട്ടും അല്ലേ? ഇനി ഇവിടെ നമുക്കത് ചെയ്യാം. ഇവിടെ 5 × 2 10 കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി ഈ രണ്ടെണ്ണത്തിന് നമ്മൾ 10ൻ്റെ പവേഴ്സിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? 2 × 2 4 കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 1 × 4 4 എന്ന് കിട്ടി. ഇനി താഴെ എങ്ങനെയാണ്? 5 × 2 10, ഇവിടെയും 10, 5 × 2 10 അല്ലേ? 10 × 10 × 10 എത്രയാണ് വരിക? 1000 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 4/1000 എങ്ങനെയാണ് 4/1000 ചെയ്യുന്നത്? ആദ്യം 4 എടുത്തെഴുതി. ഇനി എത്ര സ്ഥാനം നീക്കണം? 1 2 3 അല്ലേ? 3 സ്ഥാനം നീക്കണം. 1 2 3 3 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ആൻസർ എത്ര കിട്ടുന്നത്? 0.004 എന്ന ആൻസർ കിട്ടി. ഇനി ഇവിടെ ഈസി മെത്തേഡ് ടു ഫൈൻഡ് ഡെസിമൽ ഫോം, അതായത് ഡെസിമൽ ഫോം കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി മെത്തേഡാണ് പറയുന്നത്. അതായത് ഇത്രയും ഡെസിമൽ ഫ്രാക്ഷൻസിൻ്റെ ഡെസിമൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അത് ഈസിയാണ്. എന്താണ്? 1/9 9 ഡിനോമിനേറ്ററായിട്ട് വരുന്ന ഫ്രാക്ഷൻ നമ്പേഴ്സ് അല്ലേ? 1 to 8 വരെയുള്ളത്. 1/9 2/9 3/9 4/9 5/9 6/9 7/9 8/9. അപ്പോൾ ഇത്രയും ഫ്രാക്ഷൻസിൻ്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഉണ്ടോ? ഏതാണോ ന്യൂമറേറ്ററായിട്ട് വരുന്നത് അത് തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെ വരുന്നത്? 0.111 ഉണ്ടോ? 2/9 എന്ന് പറയുമ്പോൾ 0.2222, 3/9 എന്ന് പറയുമ്പോൾ 0.333 അങ്ങനെ പോകും. 4/9 എന്ന് പറയുമ്പോൾ 0.444, 5/9 എന്ന് പറയുമ്പോൾ 0.555 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമല്ലാതും അല്ലേ? 6/9 എന്ന് പറയുമ്പോൾ 0.666, 7/9 എന്ന് പറയുമ്പോൾ 0.777, 8/9 പറയുമ്പോൾ 0.888 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ ഈ ഒരു ഫ്രാക്ഷൻ്റെ ഡെസിമൽ ഫോം എന്താണെന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ കാൽക്കുലേഷൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് 1/3. ഇപ്പോൾ ഒരു 1/3 എന്ന് പറയുന്ന ഫ്രാക്ഷൻ തന്നു. 1/3 എന്ന് പറയുന്നതിന് നമുക്ക് 2ൻ്റെയോ 5ൻ്റെയോ മൾട്ടിപ്പിൾസ് അല്ല. അതുകൊണ്ട് 10ൻ്റെ പവേഴ്സിലേക്ക് നമുക്ക് 1/2നെ മാറ്റാനായിട്ട് പറ്റില്ല അല്ലേ? കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 3 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ 9ൻ്റെ മൾട്ടിപ്പിൾസ് 9ൻ്റെ പവേഴ്സിലേക്ക് മാറ്റാൻ പറ്റുമോ അല്ലേ? 9 ഡിനോമിനേറ്റർ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ? എന്താണ് 3/9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.333 ആണെന്ന് നമുക്കറിയാം അല്ലേ? തൊട്ട് മുന്നത്തെ ടേബിൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ?
അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ത് 3നെ 9 ആക്കി മാറ്റണമെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് 9 ആക്കി മാറ്റുക? ഇവിടെ 9 വരണമെങ്കിൽ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾക്ക് ഇവിടെ ഡിനോമിനേറ്റർ മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതാണോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ മുകളിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 1 × 3 3, 3 × 3 9 കിട്ടി. 3/9 എന്ന് പറയുന്നതിൻ്റെ ഡെസിമൽ ഫോം എന്താണ്? 0.333. ഓക്കെ, ഇവിടെ 0.111 പ്ലസ് 0.222 അല്ലേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താണ് 0.111 എന്ന് പറയുന്നതിൻ്റെ ഫ്രാക്ഷൻ നമ്പർ നമുക്കറിയാം എന്താണ്? 1/9 ആണ് അല്ലേ. അതേപോലെ 0.222ൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 2/9 ആണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഫ്രാക്ഷൻ നമ്പേഴ്സ് എടുത്ത് എഴുതാം. അപ്പോൾ എന്താണ്? 1/9 പ്ലസ് 2/9 അല്ലേ. 1/9 പ്ലസ് 2/9 എന്ന് പറഞ്ഞാൽ എന്താ? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ എടുത്ത് എഴുതാം. ദെൻ 1 + 2 = 3, 3/9 എന്ന് കിട്ടും. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മുകളിലത്തെ കൂട്ടിയിട്ട് സെയിം ഡിനോമിനേറ്റർ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 3/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.333. ഇനി നെക്സ്റ്റ് നോക്കിയാൽ 0.333 പ്ലസ് 0.777 അല്ലേ. അപ്പോൾ 0.333യുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 3/9. ദെൻ 0.777ൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 7/9 അല്ലേ. അപ്പോൾ ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും 3/9 പ്ലസ് 7/9. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് എടുത്ത് എഴുതി. ദെൻ മുകളിലെത്തത് 3 + 7 = 10 എന്ന് കിട്ടി. ഇനി 10/9 എന്ന് പറയുമ്പോൾ നമ്മൾ 1 to 8 ആണ് അല്ലേ ബൈ ഹാർട്ട് പഠിച്ചിട്ടുള്ളത്. 1/9 എന്താണ്? 2/9 എന്താണ്? അങ്ങനെ 8/9 വരെയാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 10/9 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് 10നെ 9 കൊണ്ട് ഹരിക്കുക അല്ലേ, ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 and 1/9 എന്ന് കിട്ടും അല്ലേ. അതായത് 1 + 1/9 എന്ന് കിട്ടി. 1 + 1/9 എന്ന് പറയുമ്പോൾ 1 നമ്മൾ അതേപോലെ തന്നെ എഴുതി, 1 + എന്ന് എഴുതി. 1/9 എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ്? 0.1111 എന്നാണ് അല്ലേ. അപ്പോൾ 1 + 0.1111 = എന്ത് വരും? ആഡ് ചെയ്യുമ്പോൾ 1.1111 എന്ന് വരും. ഇനി ഇതിൻ്റെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴും ഇതുപോലെ തന്നെയാണ്. 0.333 × 0.6666 എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 0.333നെ അതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 3/9ഉം 0.6666ൻ്റെ ഫ്രാക്ഷൻ നമ്പർ 6/9 ആണ് അല്ലേ. ഇനി എങ്ങനെയാണ് ഫ്രാക്ഷൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഈ 3/9 × 6/9 ഇതിനെ നമുക്ക് ഇത് ഫ്രാക്ഷൻ നമ്പറിനെ നമുക്ക് ഒന്നും കൂടിയും ചെറുതാക്കാൻ പറ്റും അല്ലേ. എന്താണ്? 3/9 നമ്മൾ ചെറുതാക്കുമ്പോൾ എന്ത് വരും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1, ദെൻ ഇവിടെ 3 കിട്ടും. അതുപോലെ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 and 3 കിട്ടും അല്ലേ. അപ്പോൾ ഈ ഫ്രാക്ഷൻ നമ്പർ നമ്മളൊന്നുകൂടി ചെറുതാക്കി. അപ്പോൾ എന്ത് വന്നു? 1/3 × 2/3 എന്ന് വന്നു. ഇനി ഇതിനെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അതായത് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ, മുകളിലുള്ളത് തമ്മിൽ ഗുണിക്കുക, അതുപോലെ താഴെയുള്ളത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? 1 × 2 2, 3 × 3 9 എന്ന് കിട്ടി. 2/9 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം. എത്രയാണ്? 0.222. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഡെസിമൽ ഫോംസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതും കൂടിയും നമ്മളുടെ എക്സാമിന് ഈ ഭാഗത്തുനിന്നും കൂടിയും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം.